നമസ്കാരം. സാധാരണഗതിയിൽ നമ്മൾ മീഡിയയോട് സംസാരിക്കുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുൻപാണ്. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സിനിമയുടെ കഥാഗതിയോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്നവർ സിനിമ കാണാത്ത ആളുകളായിരിക്കും. അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിലപ്പോൾ സിനിമയുടെ റിലീസിന് മുൻപ് റിവീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമ ഇറങ്ങുന്ന അന്നേ ദിവസം തൊട്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് വരും. റിവ്യൂസിൽ ഓൾമോസ്റ്റ് അതിൻ്റെ കഥയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരും. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത്തരത്തിൽ സിനിമ ഇറങ്ങി, സിനിമയുടെ റിവ്യൂ വന്നു. പൊതു ഇടത്തിൽ കിടക്കുന്നത് ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് ആയിരിക്കും. സിനിമ കണ്ട ആളുകൾക്ക് അതെങ്ങനെയാണോ ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്തത്, തിയേറ്ററിൽ അവരുടെ കാഴ്ചയിൽ അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും സിനിമയുടെ പൊതു ഇടത്തിൽ കിടക്കുക. അപ്പോൾ അത് അത് ആക്ച്വലി സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകൻ്റെ സിനിമയാണ്. അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അതാണ് സിനിമ കണ്ട ആളുകൾ പറയുക. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ സിനിമ കണ്ട അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു ഡയറക്ടറുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഒരു സർഗാത്മകമായിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി സിനിമ കാണാൻ പോകുന്നവർക്ക് ഡയറക്ടർ എന്തായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഡയറക്ടർ എന്താണ് ഇതിന് മറുപടി പറയുക, അല്ലെങ്കിൽ ഡയറക്ടർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ലേ, ഫിലിമിൻ്റെ ഡയറക്ടർ ഈ പോയിൻ്റ് ശ്രദ്ധിച്ചിരുന്നോ, അല്ലെങ്കിൽ ഈ പോയിൻ്റ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി കൂടെ പറഞ്ഞാൽ അത് കൺക്ലൂഷനായി. സിനിമ ഇറങ്ങി, അതിൻ്റെ റിവ്യൂ പറഞ്ഞു, ഡയറക്ടർ അതിൻ്റെ മറുപടി പറയുന്നു. ഇനിയും ചിലപ്പോൾ അതിൻ്റെ ചർച്ചകൾ വരാം. ഞാൻ പറയുന്ന അഭിപ്രായം ചിലപ്പോൾ അതിനെയും അത് ആ പോയിന്റും ചിലപ്പോൾ ചർച്ചയ്ക്ക് വരാം. അതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഓരോരുത്തരോട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒരു മാധ്യമത്തിലൂടെ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റും. ചിലപ്പോൾ റിവ്യൂ ചെയ്ത ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുമായിരിക്കാം. അങ്ങനെയാണ് ഇവിടെ ഒന്നുകൂടി കാണാം എന്ന് കരുതിയത്. പൊതുവെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞതും. ആ ഫിലിമിനോടോ അല്ലെങ്കിൽ എഫേർട്ടിനോടോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നോടും എല്ലാം വളരെ ജനറസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, വളരെ കാര്യമായിട്ട് തന്നെയാണ് ഒരു പ്രതികരണങ്ങൾ ഉണ്ടായത് മുഖ്യധാര റിവ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല. അപ്പോൾ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് ആണ് പ്രധാനമായിട്ടും അഭിപ്രായ വ്യത്യാസം വന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയണോ അതോ അല്ല? ഞാൻ പറയാം. സിനിമയുടെ കഥാഗതി പോകുന്നു. ഒന്നാം പകുതിയിൽ തമാശ ഉണ്ടായിരുന്നു, രണ്ടാം പകുതിയിൽ ഇങ്ങനെ ആവർത്തനങ്ങൾ വന്നു. അതിൻ്റെ ക്ലൈമാക്സിൽ പെട്ടെന്ന് വന്നതുപോലെയാണ് എന്നുള്ളതാണ് ജനറലായിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ഒപ്പീനിയൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് ഇതിൻ്റെ തിരക്കഥാ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് സമയത്ത് ഒരു ഫിലിം മേക്കർ ഇതിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്തതെന്നുള്ളതൊന്ന് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒരു പൊതു ഇടത്തിലേക്ക് ഒരു സ്പാ എന്ന സിനിമയാണ് ഒരു സ്ഥലത്തേക്ക്, ഒരു ഇമാജിനറി സ്പായിലേക്ക്, ഒരു സാങ്കല്പിക സ്ഥലത്തേക്ക് മുഖം മൂടി അണിഞ്ഞ പെൺകുട്ടികളുള്ള ഒരു സ്ഥലത്തേക്ക്. കാരണം മുഖം മൂടി അണിഞ്ഞാന്ന് ഞാൻ പറയാൻ കാരണം അവരാരും അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുകയോ അവരുടെ ഐഡൻറ്റിറ്റി അവർ പരസ്പരം പറയുകയോ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക്. അവർ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്പായിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് പെരുമാറുന്നത്. അവർ ചെയ്യുന്ന ജോലി അവരൊരു പ്രൊഫഷനായിട്ട് കാണുന്നു. അപ്പോൾ അതിന് മുൻപുള്ള അവരെങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ അവർ കടന്നുപോയ ഒരു ഫേസ്, അല്ലെങ്കിൽ
ഇതിനെക്കുറിച്ച് നമ്മൾ കാണിക്കുന്നില്ല. പർട്ടിക്കുലർ ഡേ തുടങ്ങുകയാണ്. ആ ഡേ തുടങ്ങുന്ന ദിവസം ഇവരെല്ലാവരും പ്രൊഫഷണൽസാണ്. അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരങ്ങനെയാണ്. ഒരല്പം അതിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡായിട്ട് തോന്നിയേക്കും. കാരണം അവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു ഒരു മറച്ച് അവരുടെ മുഖം മറയ്ക്കുക എന്ന് വെച്ചാൽ ലിറ്റററി മാസ്ക് വെച്ച് മറയ്ക്കുക എന്നുള്ളതല്ല, അവരെന്താണെന്നുള്ളത് മറച്ചു വെച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആ സ്ഥലത്തേക്ക് ഓരോരോ മനുഷ്യർ കടന്നു വരുന്നു. വിവിധതരം ഡിസയേഴ്സുള്ള, പലതരം ഫാൻറ്റസീസുള്ള, പലതരം ഫ്രസ്ട്രേഷൻസുള്ള മനുഷ്യന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു. ആ മനുഷ്യരും ഇതിനകത്തുള്ള മുഖംമൂടി അണിഞ്ഞ ആളുകളും തമ്മിലുള്ള എന്താ പറയുക, എൻകൗണ്ടറാണ് ആക്ച്വലി നടക്കുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, സ്പായിലെ തെറാപ്പിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സാണ് ഞങ്ങൾ എല്ലാ ദിവസവും. കാരണം അടുത്ത നിമിഷം ഞങ്ങൾ ആരെയാണ് കണ്ടുമുട്ടാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള എൻകൗണ്ടേഴ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പർട്ടിക്കുലർ സ്പായിൽ. ഈ എൻകൗണ്ടേഴ്സിനിടയ്ക്ക് ഈ സ്പേസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ മനുഷ്യർ വരുന്നു, അതിനകത്ത് വരുന്ന കോൺട്രഡിക്ഷൻ, അതിനകത്ത് വരുന്ന തമാശകൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ അങ്ങോട്ടൊരു ഗ്രാമവാസിയായ ഒരു മനുഷ്യൻ വരുന്നു. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമവാസിയായ ഒരു മനുഷ്യൻ വരുന്നു. ഈ മനുഷ്യൻ ജീവിതത്തിലൊരു സ്ത്രീയെ തൊട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അയാളുടെ ആദ്യ സ്പർശനം, അയാളുടെ ആദ്യ പ്രണയം, അയാളുടെ ഗിൽറ്റ്. വീണ്ടും അയാൾ എക്സിറ്റ് പോകുന്നു, വീണ്ടും എൻട്രി ആവുന്നു. അയാളുടെ ഗിൽറ്റ് മാറി അയാൾക്ക് ഒബ്സഷൻ വരുന്നു. ഒബ്സഷൻ പിന്നീട് പൊസസീവ്നെസ് ആവുന്നു. പിന്നീട് അയാൾക്ക് കിട്ടുന്ന നിരാകരണത്തിനകത്ത് പിന്നീട് അയാൾ അഗ്രസീവ് ആവുന്നു, അയാൾ ഡിപ്രഷനിലാവുന്നു, നിരാകരിക്കപ്പെടുന്നു. ഈ ലെയേഴ്സ് എല്ലാം പതുക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്കെല്ലാം ഓരോ മനുഷ്യന്മാർ വരുന്ന രീതിയിലാണ് ഈ കഥയെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ കഥയെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറിൽ ഇത് എക്സിറ്റ് ആവുകയും എൻട്രി ആവുകയും വീണ്ടും എൻട്രി, വീണ്ടും എക്സിറ്റ്, ഇങ്ങനെ കോർത്ത് പോകുന്നതിനിടയ്ക്ക് ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇല്ല. ഈ സെൻട്രൽ സ്പേസും അവിടെ വരുന്ന മനുഷ്യരുടെ ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സിലൂടെയാണ് കഥ പോകുന്നത്. അവിടെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതിനൊരു ബ്രേക്ക് ആവശ്യമുണ്ട്, ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ബ്രേക്കിലേക്ക് ഏലിയനെ പോലെ രണ്ട് ക്യാരക്ടേഴ്സ് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഇവിടെ തൊട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാവുക. ഏലിയനെ പോലെ രണ്ട് ക്യാരക്ടേഴ്സ് കടന്നു വന്ന് അവർ ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സിനുണ്ടാകുന്ന ഈ വെടിവെപ്പെന്ന് ഞാൻ പറയാൻ കാരണം ഇതിന് മുൻപുള്ള പാട്ടിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗൺ ഫയറിങ് നടന്നിട്ടുണ്ട്. ആ ഗൺ ഫയറിങ് നടത്തിയത് ആര് എന്നുള്ള മട്ടിലുള്ള നമ്മൾ അതിന് മുൻപ് ഇറക്കിയ പാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പറയുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ എൻഡിലൊരു ഗൺ ഫയർ നടക്കുന്നു. അപ്പോൾ ഈ ഗൺ ഫയർ സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരു ഹീറോ സെൻട്രിക് ഒരു സിനിമ നടക്കുമ്പോൾ ആ ഹീറോ പോകുന്നു, ചിലപ്പോൾ ഒരു വില്ലൻ വരുന്നു, അവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഈ പ്രോബ്ലംസ് എൻഡിൽ ഒരു ഫൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഗൺ ഫയറിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ പടമാണെങ്കിൽ, ത്രില്ലർ പടമാണെങ്കിൽ അതിൻ്റെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാകുന്നു. ഇവിടെ സിനിമയുടെ കഥാഗതിയും കഥയുടെ കോൺഫ്ലിക്റ്റും അവസാനം വരുന്ന ഗൺ ഫയർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഗൺ ഫയർ കഥയുടെ ഒരു റെസൊല്യൂഷനല്ല. അത് ഒരു സിനിമയുടെ എൻഡിലേക്ക്, ഒരു ഫിനാലെ പോയിന്റിലേക്ക് എത്തിക്കാൻ മ്യൂസിക്കലി, സൗണ്ട്സ്കേപ്പ് വൈസ്, അതിൻ്റെ എഡിറ്റ് വൈസ്, അതിൻ്റെ പേസ് കൂട്ടാൻ ഒരു ക്രസൻറ്റ്, ഒരു മ്യൂസിക്കൽ ഒരു സൗണ്ട്സ്കേപ്പ് ക്രസൻറ്റോ കൂട്ടി അതിൻ്റെ ഒരു അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക്, അത്രയും നേരം സപ്രസ് ചെയ്ത് വെച്ചതെല്ലാം പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരക്ടേഴ്സ് പിന്നെ പെരുമാറുന്നത്, ഇതിനകത്തുള്ള ഇൻറ്റേർണലി ഉള്ള ഒരു ക്യാരക്ടറും എക്സ്റ്റേണലായിട്ട് വന്ന ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യുന്നത്, ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് ആക്ച്വലി ഒരു ക്ലൈമാക്സിൻ്റെ ഒരു പേസ്, എന്താ പറയുക, അതിൻ്റെ ഒരു പേസ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കട്ട്സ്, അതിൻ്റെ പാരലൽ ട്രാക്സ് എല്ലാം കൂടെ വന്നിട്ട് ഒരു എന്താ പറയുക, ഈ സമയത്തും നമ്മുടെ സെൻട്രൽ കഥാപാത്രത്തിൻ്റെ പ്രണയം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ടൊരു പെർക്കഷൻ പോലെയോ ഒരു മ്യൂസിക്കൽ ഒരു പോലെയാണ് ഇതിനകത്ത് നടക്കുന്ന ലാസ്റ്റത്തെ ഒരു ആക്ട് മുഴുവൻ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ആക്ടിന് മെയിൻ പ്ലോട്ടിലെ ആക്ടിൻ്റെ കോൺഫ്ലിക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
ഇങ്ങനെയാണ് സിനിമ അത് മ്യൂസിക്കിലൂടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമാറ്റിക് എലവേഷൻ, ഒരു സിനിമാറ്റിക് ആക്സിലറേഷന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടതാണത്. ഇനി ഇങ്ങനെയല്ല എന്ന് വിചാരിക്കുക ഈ കഥ. ഈ ലാസ്റ്റത്തെ പ്ലേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെ എൻഡ് ചെയ്യുമായിരിക്കും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇതിനുള്ള മറുപടി കിട്ടും. ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം പറയും. അപ്പോൾ ഈ അവസാനത്തെ പോയിൻറ്റ് എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് ആ സാധനം പ്ലേസ് ചെയ്തതെന്ന് ഞാൻ പറയുക മാത്രമാണ്. ഇത് ചിലപ്പോൾ സിനിമ കാണാത്തവർ ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവില്ല. സിനിമ കണ്ടവർക്ക് മാത്രം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞവർക്ക് മാത്രം വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് 1-2 റിവ്യൂവിൽ ഞാൻ കണ്ടു, ആദ്യത്തെ ദിവസങ്ങളിൽ ഇതിനകത്ത് വരുന്ന ആളുകൾ ഹാപ്പി എൻഡിങ് എടുക്കുന്നു, പിന്നെ വീണ്ടും വീണ്ടും അവസാനം വരെ ഇത് തന്നെ അങ്ങനെ സിനിമ തീർന്നു. അങ്ങനെയല്ല, ആ സിനിമയിൽ 12ഓളം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. 12ഓളം ക്യാരക്ടേഴ്സിനും ആദ്യത്തെ ആക്ഷൻ നടക്കുന്ന ഒരു 40 മിനിറ്റിന് ശേഷമാണ്. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് 10 മിനിറ്റിന് ശേഷം അങ്ങനെ ഒരു ആക്ഷനേ ഇല്ല. അപ്പോൾ അതൊരു സിനിമയുടെ ക്യാരക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റിന് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം 40 മിനിറ്റിന് മുൻപോ ഈ സെക്കൻഡ് ഹാഫിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ആക്ഷൻ ഇല്ല. പിന്നെ സിനിമ പറയുന്നതെല്ലാം വേറെ ഡിസൈൻസിനെ കുറിച്ചാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാനൊരു സ്ഥലത്ത് കേട്ടത് ഈ സിനിമയുടെ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറയുന്നു. ഒരു കഥാപാത്രം വന്ന അയാൾ 3-4 ഡയലോഗ് പറയുമ്പോൾ തന്നെ അയാളുടെ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലിംഗ് കിട്ടും. ഒരു കഥാപാത്രം സംസാരിക്കുന്ന ആദ്യത്തെ, അല്ലെങ്കിൽ അവരും ഈ എൻകൗണ്ടേഴ്സിൽ സംസാരിക്കുന്ന ഒരു 4 ഡയലോഗ് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കിട്ടും. പിന്നീട് നമ്മൾ ചിലപ്പോൾ നോട്ടത്തിൽ കിട്ടും ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ്. ഈ കഥാപാത്രത്തിൻ്റെ അച്ഛനാര്, അമ്മയാര്, ഈ കഥാപാത്രം ഏത് സ്പേസിൽ നിന്ന് വന്നു, ഈ കഥാപാത്രത്തിൻ്റെ ജോലി എന്താണ് ചെയ്യുന്നത്, ഏത് നാട്ടുകാരാണെന്നൊന്നും പറയേണ്ട. ഒരു കഥാപാത്രം വന്ന അയാളുടെ 4 ഡയലോഗ് ഒരാളോട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ എത്രക്കാരനാണെന്ന്. അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ 2-3 പോയിൻറ്റ്സ് പറഞ്ഞത് മാത്രം ഞാനിങ്ങനെ വിശദീകരിച്ചു എന്ന് മാത്രം. കാരണം ഇത് വിശദീകരിച്ചത് കാരണം ഇതിൻ്റെ ഉള്ള മറുപടിയായിട്ട് എൻ്റെ ഒരു വേർഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സംബന്ധിച്ച് എൻ്റെ ബ്രെയിനിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഇത് മാത്രമേ ഇതായിരിക്കും ബെസ്റ്റ് ക്ലൈമാക്സ് എന്നാണ് തോന്നിയത്. ഇതല്ല, ഇതിനേക്കാളും വേറൊരു വേർഷൻ നമുക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വേർഷന് സാധ്യത ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ എനിക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. വേറെ ഒന്നുമായിട്ടില്ല, സിനിമ തിരുത്താൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ഓപ്പൺ ആക്കാനായിട്ട് ചിലപ്പോൾ ഈ ഡിസ്കഷൻ ഹെൽപ്പ് ചെയ്തേക്കും. അതുകൊണ്ട് അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട്, വളരെ ക്രിയേറ്റീവായിട്ട്, ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് ആൾക്കാരോട്ടുള്ള ചർച്ച തന്നെ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഇതിന് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം ചിലപ്പോൾ എനിക്കും ചിലപ്പോൾ ഒരു സാധനം കിട്ടിയേക്കും. സാധാരണ സിനിമ കഴിഞ്ഞാൽ പിന്നെ സിനിമ തീർന്നു, അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. സ്റ്റിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വെച്ചാലും രസകരമായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വേറെ എന്തെങ്കിലും അറിവും സിനിമ കണ്ടവരുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഇപ്പം സാർ ആദ്യം പറഞ്ഞത് ഒരു പോലീസ് സ്റ്റോറി ആയിരുന്നു, ആക്ഷൻ ഹീറോ പിച്ചു. അതിനുശേഷം പൂമരം, ഒരു കലോത്സവത്തിൻ്റെ കഥ. ഇപ്പം ഒരു വെൽനസ് പായെ പറ്റിയ കഥയാണ്. ആദ്യം ഒരിക്കലും ഇല്ലാത്തൊരു അൺകംഫർട്ടബിലിറ്റി, ഒരു ജസ്റ്റ് ഒരു വെൽനസ് പായെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു അൺകംഫർട്ടബിലിറ്റി എന്തുകൊണ്ടാണെന്നാണ് തോന്നുന്നത്? ഒരു വെൽനസ് പായെ പറ്റി പറയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് ഇത്ര അൺകംഫർട്ടബിൾ ആകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ ആകുന്നു ആളുകൾ? അല്ല, അതിലൊരു വെൽനസ്, നമ്മൾ ഇതിനകത്ത് വെൽനസ് സ്പായെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ശ്രീകാന്തും ശ്രുതിയായിട്ടുള്ള സംഭാഷണത്തിനിടയ്ക്ക് ഇത് എങ്ങനെയാണ് സ്പാ തുടങ്ങുന്നത്, സ്പാ എന്നുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്താണ് സ്പായുടെ ട്രീറ്റ്മെൻറ്റ്, ആക്ച്വലി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ 2 ക്യാരക്ടേഴ്സ് ഒരു സീനിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെ ഇരിക്കും ആളുകൾക്ക്. എനിക്ക് തോന്നുന്നു ആ കുറച്ച് സീനിൽ തന്നെ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ, സാറയും ഡോക്ടറും കൂടെ സംസാരിക്കുമ്പോൾ
പറയുന്നുണ്ട് ഇന്നതാണ് സ്പാ എന്ന് പറയുന്നത്, സ്പായുടെ ഒറിജിൻ ഇവിടെ നിന്നാണ്, സ്പാ എന്നൊരു കോൺസെപ്റ്റ് സ്പ്രെഡായത് ഇവിടെ നിന്നാണ്, ഇതിങ്ങനെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വൈസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. പിന്നെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഒരു സ്പായെക്കുറിച്ച് പറയുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാകും അല്ലേ, അത് ഒരുപക്ഷെ മാധ്യമങ്ങൾ തന്നെ വരുന്ന വാർത്തകൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന വാർത്തകൾ ഇപ്പോൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പാകളെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ കിടക്കുന്നു. നാച്ചുറലി മീഡിയ വഴി വരുന്ന വാർത്തകളാണല്ലോ പബ്ലിക്കിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ പൊതു ഇടത്തിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു അപ്പോൾ ഇങ്ങനൊരു സ്ഥലമാണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നുക ചിലപ്പോൾ. അത് തീർച്ചയായും മാധ്യമത്തിൽ വന്ന വാർത്തകൾ കൊണ്ടായിരിക്കാം. അത് എല്ലാ സ്ഥലത്തുമല്ല, ചില വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ. ഇതിനകത്ത് നീനക്കുറിപ്പ് പറയുന്നുണ്ട്, പല സ്പായിലും അവർ പോകുന്ന സ്ഥലത്തെല്ലാം അവർ സ്പാ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്, അവർ പല സ്പായിലും പോകാറുണ്ട്, അവിടെ ഒന്നും ഒരു ഭർത്താവ് വരാറില്ല. അപ്പോൾ എന്തുകൊണ്ട് വരാറില്ല? അപ്പോൾ എല്ലാ സംഗതികളിലും പ്രൊഫഷണൽ ആൻഡ് പ്രൊഫഷണലായിട്ടുള്ള ചേരിതിരിവുണ്ട്. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്പാ ഉണ്ട്, പുള്ളി വളരെ പ്രൊഫഷണലായിട്ട് സ്പായാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിക്ക് മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 5 lakhs മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പുള്ളി അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും 5 ലക്ഷത്തിന് മുകളിൽ പൈസ ചിലവാക്കിയാൽ മാത്രമേ കസ്റ്റമേഴ്സിന് കിട്ടുന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാതെ തന്നെ ആളുകൾ വരുന്നുണ്ട്. അത് ചില സാധനങ്ങൾക്ക് പരസ്യം ആവശ്യമില്ല. സാർ വിത്ത് യുവർ പെർമിഷൻ, എനിക്ക് അൺകംഫർട്ടബിൾ എന്നുള്ള ഒരു പേര് കേട്ടോണ്ടാണ്, വാക്ക് കേട്ടോണ്ടാണ്. എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ബീയിങ്സിനൊരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇന്ന ആൾ, ഇപ്പം ഞാൻ തന്നെ ശ്രീജ ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ് ഭയങ്കര ബോറാന്ന് പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കും കുറച്ച് അൺകംഫർട്ടബിൾ ആവും അവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ സ്പായിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് എല്ലാവരും അൺകംഫർട്ടബിൾ ആവും. അത് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സെക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും. സെക്സിനെ കുറിച്ച് അഡൽട്ട് കോമഡി പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, പേഴ്സണൽ സ്പേസിൽ ഞാൻ ഇങ്ങനെയാണെന്ന് തുറന്ന് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ തോന്നി. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആക്ച്വലി ഇത് നമ്മുടെ അഡൾട്ട് പടം, ഒരു സോഷ്യൽ സെറ്റയർ സിനിമയാണ്. അതിനെ ഒരു എന്താ പറയുക, അഡൾട്ട് പടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംഭാഷണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത് വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോ ആണ്. ഞാൻ ആദ്യം തൊട്ട് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്തൊരു എറോട്ടിക്കായിട്ടുള്ള സംഗതികളില്ല, ഇതൊരു സറ്റയറാണ് എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആ സിനിമയുടെ ഒരുപക്ഷെ ഒരു A സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു എറോട്ടിക് മൂവി കാണാൻ പോകുന്നവർക്ക് ഉള്ള സിനിമയല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ. അതിനെ എത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. സ്വാഭാവികമായിട്ടും കുറച്ച് നമുക്കൊരു അബ്സേർഡ്, ഒരു ഓക്വേർഡ് സാധനങ്ങളൊക്കെ ചില സ്ഥലത്ത് തോന്നാം. അത് ചിലപ്പോൾ ആളുകൾ ചിരിക്കാം, ചിലപ്പം തലയിൽ കയ്യിൽ വയ്ക്കാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു അൺപ്രൊഫഷണൽ സ്ഥലമായതുകൊണ്ട് അതങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഞാൻ പറയുന്നത് 2-3 സീനുകളിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ആളുകൾ ഇതിന് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇതിങ്ങനെ ക്യാരക്ടർ വരുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ക്യാരക്ടർ വന്നു, ഇത് ചെയ്യുന്നു, ഇത് ക്യാരക്ടർ വരുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ സിനിമ വന്ന് ഇത് തന്നെ ഇങ്ങനെ വന്ന് സിനിമ തീർന്നു. ഒരു 10-12 പേര് വന്നിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അയ്യോ സിനിമ തീർന്നു, എന്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അത് 2-3 ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് ഇന്ന ഇടവേളകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ റിവ്യൂ എനിക്ക് ഇഷ്ടമാണ്. കാണുമ്പോൾ ഒരു ഹ്യൂമറസ് ആയിട്ട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, സിദ്ധാർത്ഥം വരുന്നു എന്തോ പറയുന്നു, അതൊരു ഫിലോസഫിക്കലായിട്ട് എന്തോ പറയുന്നു. ഫിലോസഫിയൊന്നുമല്ല, അതിനകത്ത് ആകെപ്പാടെ 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഒന്ന് പറഞ്ഞത് ഒരു സിനിമയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പുള്ളി പറഞ്ഞു കൊടുക്കുക. പലതരത്തിലുള്ള സ്ട്രക്ചറുണ്ട്. ഒരു 3 act സ്ട്രക്ചർ എന്ന് പറയുന്നത് മാത്രമല്ല, പലതരത്തിൽ അങ്ങനെ ഒരു സ്ട്രക്ചറിനെ ഫോളോ ചെയ്യണമെന്നില്ല. ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള, ആളുകൾക്ക് കണ്ട് പരിചയമുള്ള, സിനിമ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു സ്ട്രക്ചർ, ഒരു 3 act സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഫിലിം റിവ്യൂ പറയുന്ന ആൾക്ക് തീർച്ചയായും അത് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്തോ ഫിലോസഫി പറഞ്ഞു പറഞ്ഞു. പിന്നെ അതിനകത്ത് അദ്ദേഹം പറയുന്നത് 5 ക്യാരക്ടേഴ്സ്, ഒരു കഥാപാത്രം എങ്ങനെ പെരുമാറണം, 5 Ws.
ആണ് പറയുന്നത്. 5Ws എന്ന് പറഞ്ഞൊരു അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും അതൊരു ഫിലിമിൻ്റെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ആണല്ലോ. അത് രസമുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്തോ പറയുന്നു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഫിലോസഫി പറയുന്നു എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പം അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കും അത് രസകരമായിട്ട് തോന്നിയത്, ആഗ്രഹിക്കാൻ തോന്നിയത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ അദ്ദേഹം ഉടനീളം ചിരിച്ചുകൊണ്ടിരിക്കുക. പുള്ളി രസകരമായിട്ട് റിവ്യൂ പറയുന്ന ആളാണ്. ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുമ്പോൾ കാണാറുള്ളതാണ്. പുള്ളി ഒരു ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ്. കോക്കിനെ പുള്ളി അനുകരിച്ചിട്ടൊരു റിവ്യൂ ചെയ്തു. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാർ പിന്നെ ഒരു കുറച്ച് ഇൻസിഡൻസിൻ്റെ ഒരു ചെയിനായിട്ടൊരു ചെയ്യുന്ന രീതി, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ആയാലും ഒത്തിരി ഇൻസിഡൻസ് ചേർത്തൊരു പടമാണ്, പൂമരമായാലും ഒരുപാട് ഇൻസിഡൻസ് ചേർത്തൊരു പടമാണ്. ഈ പടം നോക്കുവാണെങ്കിലും പല പല ക്യാരക്ടേഴ്സ് വരുന്നു, അതൊരു ചെയിനാണ്, ഇൻസിഡൻസിൻ്റെ ഒരു ചെയിനാണ് കാണിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? അല്ല, ഞാൻ അതൊരു പലതരത്തിൽ പോകാം. ഇതൊരു കുറച്ചുകൂടി ക്യാരക്ടർ ഡ്രിവൺ ആണ് ഈ സിനിമ. ഇതൊരു സ്പേസ് സെൻട്രിക് ക്യാരക്ടർ ഡ്രിവൺ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ചിലപ്പോൾ നമ്മളൊരു കഥ തന്നെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അതങ്ങനെ ഫോളോ ചെയ്യണം. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയുമ്പോൾ, ഇപ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യം നമ്മളതിലൊരു കഥ വരുന്നു. ആ കഥയെ നമ്മൾ തിരക്കഥ രൂപത്തിലേക്ക് ആക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ സിനിമയുടെ ഇത് നമ്മൾ സിനിമ കണ്ടുപോയിട്ട് സീൻ ടു സീൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ സിനിമ കണ്ട അതേ ലീനിയർ ലൈനിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഥ പറയാൻ കൺഫ്യൂസ്ഡ് ആകും. ഒരു സ്ഥലത്ത് ഒരു തടിമില്ലുകാരനെ കാണിക്കുന്നു, അടുത്ത സ്ഥലത്ത് ഇന്ന കഥാപാത്രം വരുന്നു, അടുത്ത സ്ഥലത്ത് ഇന്ന കഥാപാത്രം വരുന്നു, കുറച്ച് നേരം കഴിയുമ്പം സ്പാ കാണിക്കുന്നു, അവിടെ ഇന്ന കഥാപാത്രം വരുന്നു, ഇന്ന കഥാപാത്രം വരുന്നു, ഇന്ന കഥാപാത്രം വരുന്നു, അവസാനം ഇന്ന കഥാപാത്രം വരുന്നു എന്ന് മട്ടിലാണ് ഇത് പറഞ്ഞു പോകുന്നതെങ്കിൽ ഇതിൻ്റെ കഥ പറയാൻ പാടായിരിക്കും. ഇതിൻ്റെ എന്താ പറയുക, ഒരു റിവേഴ്സ് നരേറ്റീവിൽ ഇതിൻ്റെ കഥ പറയാൻ പറ്റുള്ളൂ. കഥ പറയുമ്പോൾ ഞാൻ സ്ട്രൈറ്റ് നരേറ്റീവിലാണ് പറഞ്ഞത്. റിവേഴ്സ് നരേറ്റീവിൽ ഒരു സ്പായിൽ ഒരു പകൽ വെടിവെപ്പ് നടന്നു. ഒരു സ്പായിൽ ഒരു പകൽ വെടിവെപ്പ് നടന്നു. അപ്പോൾ ആ സ്പായിൽ ഈ സ്പാ എത്തരത്തിലുള്ള സ്പായാണ്, അത് നടത്തുന്നവരാരൊക്കെയാണ്, അവിടെ ഉള്ളവരാരൊക്കെയാണ്, അവിടെ വരുന്നത് സാധാരണ എത്തരത്തിലുള്ള മനുഷ്യന്മാരാണ്, ആ വന്ന ഏത് മനുഷ്യരാണ് ഈ വെടിവെപ്പിലേക്ക് ഇതിനെ നയിച്ചത് എന്നുള്ളതാണ് കഥ പറയുമ്പോൾ ഇത് റിവേഴ്സ് നെറേറ്റീവാണ്. കഥ പറഞ്ഞാൽ ഒരു സ്പായിലൊരു വെടിവെപ്പ് നടന്നു, ആ സ്ഥലത്ത് വരുന്നവരാരാണ്, ഈ സ്പാ എന്താണ് എന്നുള്ളതാണ് കഥ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥയാണ്. പക്ഷേ ഇത് ഞാൻ സ്ട്രെയിറ്റ് ഈ നറേറ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഞാൻ വെടിവെപ്പ് കാണിച്ചിട്ട് ഈ സിനിമയുടെ സീനുകൾ ഉണ്ടാക്കി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അതിന് മുതലായിരുന്നു. അപ്പോൾ എനിക്ക് ഡീറ്റെയിലിംഗ് കിട്ടില്ല, ഈ ക്യാരക്ടേഴ്സിൻ്റെ ഫൺ കിട്ടില്ല. ഫൺ ജനറേറ്റ് ആവണമെങ്കിൽ ഈ വരുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും ഈ പറയുന്ന ഈ ഫാൻറ്റസീസും, അല്ലെങ്കിൽ ഇവരുടെ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഡിസയർ, അല്ലെങ്കിൽ ഇവരുടെ ഇതെല്ലാം കൂടെ എനിക്ക് കാണിക്കണമെങ്കിൽ എനിക്ക് ഇതാണ് ബെറ്റർ എന്ന് തോന്നി. നമ്മളൊരു കഥ എടുക്കുമ്പോൾ പല രീതിയിൽ ആലോചിച്ച് നോക്കും. സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യണോ, ഇവിടുന്ന് തുടങ്ങണോ, അവിടുന്ന് തുടങ്ങണോ, മിഡിലിൽ നിന്ന് തുടങ്ങണോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി എവിടുന്ന് വേണം, എക്സിറ്റ് എങ്ങനെ വേണം എന്ന് പല രീതിയിലും ഇത് തിരക്കഥകൾ എഴുതുമ്പോൾ ഇതിന് സീക്വൻസുകൾ പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ലൈനിലേക്ക് എത്തിയത്. അത് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ബേസ് സംഭവം നമ്മൾ പിന്നെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എല്ലാ കഥകളും. സാർ അതുപോലെ തന്നെ ഇപ്പം അഡൽട്ട് സോൾഡ് സർട്ടിഫിക്കറ്റിനോട് മലയാളികളുടെ ഒരു മനോഭാവമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഒരു 2 മാസം മുന്നേ ഞങ്ങളൊരു പടത്തിൻ്റെ തിയേറ്റർ വിസിറ്റിന് പോയി. അപ്പോൾ ആ സമയത്തായാലും ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞ കാര്യമാണ്, അതായത് അഡൽട്ട് സോൾഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടം ഒന്ന് ആലോചിക്കണം. ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞ കാര്യമാണ്, അഡൽട്ട് സോൾഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന് എങ്ങനെ കുട്ടികളെ കൊണ്ടുവരും. അയാൾ ഭയങ്കര റൂഡായിട്ടാണ് ചോദിക്കുന്നത്, ഈ പടമൊക്കെ എങ്ങനെ പിള്ളേരെ കാണിക്കുമെന്ന്. അല്ല, നമുക്ക് അതായത് ഓരോ ഒരു മനുഷ്യൻ്റെ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ അങ്ങനെ കാണരുതെന്നോ, ഒരു ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് ഓരോ കാര്യങ്ങളെ കാണുന്നത്. അത് വളരെ പേഴ്സണലാണ്, വളരെ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഈ കണ്ടത് ശരിയല്ല എന്നാണ് അയാളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും തോന്നുന്നെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിൽ അങ്ങനെയാണ് തോന്നുന്നതിന് അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്.
മറ്റൊരാൾക്ക് വേറെ രീതിയിലായിരിക്കും. ഇതങ്ങനെ ഡിഫറെൻറ്റ് മനുഷ്യന്മാരാണല്ലോ. ഡിഫറെൻറ്റ് മനുഷ്യന്മാർ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും കാഴ്ചകൾ കാണുക. ഇതിനെ നമുക്ക് ഒരു പോയിന്റിൽ എത്തിക്കാൻ ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ചും ഇത്രയും കോൺട്രവേഴ്സിയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധനത്തിനെ നമുക്ക് ഒരു ഒരു ഇപ്പോൾ ഒരു ഫാമിലി സിനിമയാണ് നമ്മൾ വിചാരിക്കുക. ഒരു ഫാമിലി സിനിമ ഒരു വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിച്ച് പോകുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമായിട്ട് പോയി കാണാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ അത് വേറെ തരത്തിൽ ആളുകൾ ആസ്വദിക്കും. ഇത് കുറച്ചുകൂടെ ഇത് വേറെ തരം ഒരു വിപ്ലവം പോലെ ഒരു സാധനം പറയുമ്പോൾ അതൊന്ന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാക്കും, ഒരു ഷോക്കും ഒരു ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ അത് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ ഇതിനെ ആർട്ടിനെ ഇഷ്ടപ്പെടുന്നവർ കാണും. നമ്മളൊരു വലിയ ജനക്കൂട്ടത്തെ അല്ല വിചാരിച്ചു. ഇത് കണ്ടാൽ അത് മനസ്സിലാവുന്നത് എൻജോയ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് വിഭാഗം. അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരാം അതിനകത്ത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ. ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവം നടക്കുന്നു, നമ്മൾ നിരന്തരം പത്രവാർത്തയിൽ കാണുന്ന, നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു സറ്റയർ വേർഷൻ കാണാനായിട്ട് കണ്ടാസ്വദിക്കുന്നതിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. പക്ഷേ പലതിനെയും പല രീതിയിലായിരിക്കും പറയുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ ഒരാൾ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ശ്രുതി, ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു നായികയോട് ചോദ്യം ചോദിച്ചു, മലയാള സിനിമയിൽ നായികമാരെങ്ങനെ സർവൈവ് ചെയ്യാമെന്ന്. അപ്പോൾ അന്ന് ആ നായിക പറഞ്ഞത്, ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത പുതിയ നായികമാർ ഇൻട്രൊഡ്യൂസ് ആവുന്നു, അതുകൊണ്ട് മലയാള സിനിമയിൽ നായികമാർ സർവൈവ് ആവുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചേച്ചിയുടെ സിനിമയുടെ പിക്കപ്പുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിസ്മത്തായാലും വരുത്തനായാലും ഒരുപാട് കൊമേഴ്ഷ്യൽ ഇതായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് വരുന്ന സിനിമകളല്ല. പക്ഷേ ചേച്ചി എപ്പോഴും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. സോ ആസ് എ ഹീറോയിൻ ചേച്ചിയുടെ ഒരു പിക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു നായകന്മാരുടെ ഇതിലുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നതിൽ? അങ്ങനെ ഞാനൊരു പെർട്ടിക്കുലറായിട്ടൊരു പ്ലാനും ഒരു സ്ട്രാറ്റജിയും എടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള പടം എനിക്ക് അത്രത്തോളം ഒരു 100 ഫിലിംസ് ഇയർ അങ്ങനത്തെ ഓഫറൊന്നും വരാറില്ല. ഒരു ഫ്യൂ ഫിലിംസ് ഇയർ ഞാനത് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്നത് എനിക്കൊരു നല്ലൊരു എല്ലാ ക്യാരക്ടേഴ്സിലും എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കണ്ടാൽ ഐ പിക്ക് ദാറ്റ്. ചിലപ്പോൾ അത് കാരണമായിരിക്കും ഐ എം സ്റ്റിൽ അറൗണ്ട് ഓവർ ഹിയർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ കുറവാണ്. ഞാൻ അവിടെ ബോംബെയിലാണ് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ സ്റ്റഡി ആയിട്ട് അങ്ങനെ സ്ട്രാറ്റജിയും പ്ലാനിങ് അങ്ങനെ ഒന്നും ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഫോർച്ചുനേറ്റ്ലി നല്ല നല്ല ഡയറക്ടേഴ്സ്, നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ചേച്ചിയുടെ ഇത് പറയുകയാണെങ്കിലും സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്ന് പറയുമ്പോഴും ചേച്ചി ചെയ്യുന്ന ക്യാരക്ടറുകൾ അല്ല സിനിമകളിലെല്ലാം സ്ത്രീകളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നായകന്മാരെ ചുറ്റിപ്പറ്റിയുള്ള സിനിമകളായിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? ഡെഫിനറ്റ്ലി ഇത് ഞാൻ ചെയ്യുന്നത് ഫോർച്ചുനേറ്റ്ലി അത് ഒരു ഗേൾ സെൻട്രിക് അല്ലെങ്കിൽ വുമൻ സെൻട്രിക് ക്യാരക്ടേഴ്സും പടങ്ങളുമാണ്. പക്ഷേ അത് കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്രത്തോളമാണ് വിമൻ സെൻട്രിക് എത്രത്തോളമാണ് മെയിൽ സെൻട്രിക് നിങ്ങൾ പറയൂ. സോ അങ്ങനെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഡോണ്ട് യു തിങ്ക് സോ? അതെ. ഓക്കെ ഓക്കെ, ശ്രീനാഥേട്ടാ, ഇപ്പോൾ ശ്രീകാന്ത് ഇപ്പോൾ ഈ ഒരു സിനിമയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് മുരളി, ഓക്കെ, പെട്ടെന്ന് വേറൊരു പേര് കൂടി കൃഷ്ണ പോയതാ. ഈ ഒരു സിനിമയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന് ഈ കൺവീനിയൻസ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ ടോർച്ചറിങ് സ്റ്റാർ എന്നൊരു ടൈറ്റിൽ വന്നിരിക്കുകയാണ്, കേട്ടിരുന്നു. നിങ്ങളിടുന്ന പേരല്ലേ? അല്ല, പൊതുവെ കമന്റ് ബോക്സുകളിൽ അങ്ങനെ വന്നു. കമന്റ് ബോക്സിൽ ഞാൻ കണ്ടില്ല. ടോർച്ചറിങ് സ്റ്റാർ എന്നൊരു പേര് എനിക്കറിയില്ല, നല്ല പേരാണ്. സി, ഇങ്ങനൊരു ക്യാരക്ടറിനെ കുറിച്ചാണെങ്കിൽ എപ്പോഴും ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുക, കുറച്ച് മുമ്പ് ശ്രുതി പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെ ഓഫ് കോഴ്സ് നമ്മൾ ഡയറക്ടർ ആരാണെന്ന് നോക്കും, തിരക്കഥയെക്കുറിച്ചിട്ടുള്ളൊരു കൺസേൺ എത്രമാത്രം നമുക്ക് ബ്രീഫ് കിട്ടുമെന്ന് നോക്കും. അവിടെ എൻ്റെ ഉള്ളിലെ ഞാനൊരു നടനാവുന്നത് ബ്രിഡ് ഷൈനിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈനിനെ വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, ബ്രീഫ് കിട്ടുന്നു. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിലൊരു സാധ്യതയുണ്ട്, സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഈ പറയുന്ന ജാർഗൻസൊക്കെ ചേർക്കപ്പെടുന്നത്. അതിലെപ്പോഴും ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ഈ സിനിമയുടെ ഇൻ്റർവ്യൂസ് കാണുവാണെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ബ്രിഡ് ഷൈൻ വിളിച്ചുകൊണ്ട് ഞാൻ വന്നു, അല്ലെങ്കിൽ ഞാൻ കഥ കേൾക്കാൻ നിന്നില്ല, വിളിച്ചു, ഞാൻ വന്നു, അഭിനയിച്ചു എന്നാണ്. അപ്പോൾ സിനിമയിലേക്ക് എത്തി ഷോട്ടുകൾ പറയുമ്പോഴായിരിക്കും കുറച്ച് എന്താ പറയുക വൾഗാറിറ്റി ഉള്ള സീനുകളുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ
ഹാൻഡ് ജോബ് സീൻസ് കുറച്ചുണ്ടെന്ന് പറയുന്നു. സോ അങ്ങനത്തെ സീനുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ്റെ ക്യാരക്ടർ ഒരു ക്രുവാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ആള്, ആ ഒരു ക്യാരക്ടറൊക്കെ പെട്ടെന്ന് സീനിൽ കേട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇപ്പോൾ മലയാളം ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് പലതും പല രീതിയിലാണല്ലോ, നമ്മളിപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു പേടി ഉണ്ടായിരുന്നു? ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ നീ തന്നെ പറഞ്ഞു. അല്ല, ഉണ്ടായിരുന്നോ എന്ന് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇല്ല, അതിനിടയ്ക്ക് നീ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജനമല്ലേ, അല്ലേ? ഞാനും ആ ജനത്തിൽ പെടുന്ന ആളാണ്. ഇപ്പം ഈ ക്യാരക്ടർ ചെയ്തില്ലെങ്കിൽ ഞാനും ആ പ്രേക്ഷകനല്ലടാ. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ചെയ്യാവുന്നത് ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. മുമ്പിൽ നിൽക്കുന്നുള്ളല്ലോ, എനിക്ക് മുമ്പ് നല്ല കൃത്യമായ ബ്രീഫ് കിട്ടി, 1 day കൃത്യമായ ഒരു ബ്രീഫ് കിട്ടി. ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്ന് സ്ക്രീൻ പ്ലേ നല്ലപോലെ പറഞ്ഞു തന്ന് ഞാൻ ചെയ്യേണ്ട സീൻസ് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ശ്രുതിയായിട്ട് ആ ഡയലോഗ്സ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എവറി ഷൈൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് നീ ചെയ്തോ എന്ന് പറയല്ല. നമുക്ക് ഈക്വൽ നല്ലപോലെ ഫ്രീഡം തരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമയ്ക്കാണ് ഈ അടുത്ത കാലത്ത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും റിവ്യൂ വരെ വന്നതിന് ശേഷം ഒരു 3-ാം ദിവസം നമ്മൾ വീണ്ടും ആ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടാകുന്നത് മലയാളത്തിൽ വേറെ ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ചോദിക്കൂ ഞാൻ പറയാം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ എനിക്കറിയില്ല. അതിനൊരു കാരണം കൂടി ഷൈൻ പറഞ്ഞല്ലോ. ഇതൊരു അഡൽട്ട് കോമഡി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും റിവ്യൂ പറയുന്നിടത്ത് നമുക്ക് കാണാം പല ആൾക്കാരും റിവ്യൂ മിണ്ടാതിരിക്കണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നല്ല രസമുള്ള റിവ്യൂസ് പറഞ്ഞവരല്ല അവരുടെ റിവ്യൂവിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സിനിമയെ പറ്റി അഭിപ്രായം ഇതെന്തോന്നറിയെന്ന് ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ എബ്രിഡ് ഷൈൻ്റെ സിനിമ സക്സസ് ആയി നടത്തും. എബ്രിഡ് ഷൈൻ്റെ സിനിമ സംസാരിക്കുന്ന അതാണ്. പകൽമാന്യന്മാരെ കുറിച്ചും രാത്രി 11:30 കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം കാണിക്കുന്ന തമാശകളില്ലേ, ഇല്ലേ? നമുക്ക് വീടിന് ബെഡ്റൂമിലേക്ക് കയറിയാൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കടി എന്ന് പറയാം. നീ കല്യാണം കഴിച്ചോ? ഇല്ല ഇല്ല. ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നാൽ നമ്മളോട് നമ്മുടെ ഭാര്യ പറയും നീ കേക്കടാ, നീ കേക്ക്, ഞാൻ ധൈര്യമായിട്ട് പറയല്ലേ, അല്ലേ? ബെഡ്റൂമിലേക്ക് കയറി ഉടനെ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്ന ഭർത്താക്കന്മാരെ നമുക്കുള്ളത് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ളത്, അല്ലേ? നിനക്കറിയില്ല, സോറി, നീ ഇതറിയണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള പറഞ്ഞല്ലോ മാസ്ക് വെച്ചിട്ടുള്ള കുറേയേറെ സ്ത്രീകളാണ് അവരവരുടെ പ്രൊഫഷൻ എടുത്തോളണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഞാനിന്ന് ബ്രിഷനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദാമിൻ്റെ വാരിയൽ എന്നൊരു ഗംഭീര സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? 4th വാൾ പൊളിച്ചു പോകുന്ന നായികമാരാണ് ആ സിനിമയിൽ. ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിമാണത്. ആ സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെയാണ്. അപ്പോൾ ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യമായിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അഡൽട്സ് ഓൺലി സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അനൗൺസ് ചെയ്തിട്ട് മേജർ രവിയെ പോലൊരു സംവിധായകൻ അമിതാഭ് ബച്ചനെ വെച്ച് പടം ചെയ്തിട്ടുള്ള ആളാണ് മേജർ രവി. ഓഫ് കോഴ്സ് അതിനൊക്കെ ശേഷം ദിനേശ് പ്രഭാകർ, ഓഫ് കോഴ്സ് ഇവിടെ വരാത്ത പല ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ മറ്റു പല പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിനിമയുടെ പ്രൊമോഷൻ, അതിനുശേഷം അതിൻ്റെ റിവ്യൂ, അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നവിടെ ധൈര്യമായിട്ടിരിക്കുക. ഒരു 10 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിൻ്റെ ആൾക്കാരായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് വിഷയമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ വളരെ ഒരു രീതിയിലും മറ്റു രീതിയിൽ നമ്മൾ പ്രിട്ടൻഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടാവേണ്ടി വരുന്നത്, ഇങ്ങനൊരു സബ്ജക്റ്റ് ഡിസ്കഷൻ ആവുന്നത്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിലൊരിടത്തും ഈ സ്പായെ ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായിട്ടില്ല. കുറേയേറെ പേരുടെ സ്പെക്കുലേഷൻസ് ഉണ്ട്, മുൻവിധികളുണ്ട്, മുൻധാരണകളുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക്, എനിക്ക് പേഴ്സണലി പോലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റി ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്ക് കൂടി പേഴ്സണലി ആലോചിക്കാൻ പറ്റി ഈ സിനിമയെ പറ്റി. ഈ സിനിമയുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിരുന്നു ആലോചിച്ചു. മറ്റൊരു സിനിമയ്ക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു സിനിമ നേരത്തെ ഷൈൻ പറഞ്ഞതുപോലെ ഒരു സിനിമ കഥ നമ്മൾ പറഞ്ഞു പോയി. ഞാനും 10-80 പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ അഭിനയിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് പുതിയതാണ്. അപ്പോൾ അങ്ങനെ ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഭയപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് ചുരുങ്ങി വന്നാൽ നിങ്ങളിതൊന്നും ആയിരിക്കില്ല ഇടുകയെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഇടുക. എന്നാലും ഞാൻ പറയുകയാണ്, ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അതിന് കിട്ടിയ അപ്രീസിയേഷനാണ്. ടോർച്ചറിങ് സ്റ്റാറൊക്കെ രണ്ടാമത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചത് നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ്. ഞാനിതിനെ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക. നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പറഞ്ഞല്ലോ, ഡോക്ടറായിട്ട് ഞാൻ വരുന്നു, ഡോക്ടറായിട്ട് വന്നിട്ട് ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിലെ ഡിസൈറാണ് ഞാൻ പറയുന്നതെങ്കിൽ ഡോക്ടർ സാർ പറഞ്ഞതുകൊണ്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ, ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിവേസ്, എനിക്ക് ഡോക്ടർ അല്ലെങ്കിൽ വക്കീൽ അല്ലെങ്കിൽ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ കാലമായിട്ട് ക്ലീഷേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു വ്യത്യസ്തമായൊരു പരിപാടി എബ്രിഡ് ഷൈൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്നെ വിളിക്കുമ്പോൾ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ എബ്രിഡ് ഷൈൻ സംവിധാനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് അവരൊക്കെ എത്തിയതെന്നാണ് ഞാനും എന്നോട് ഒരു പറഞ്ഞത്. ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയല്ലോ. ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി. ഓക്കെ.
അതായത് സിനിമയ്ക്ക് വന്ന റെസ്പോൺസിൽ നിന്നോ റിവ്യൂവിനോടോ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല ഞാൻ സംസാരിക്കാൻ വന്നത്. സിനിമ കഴിഞ്ഞിട്ടൊരു റിവ്യൂ ആണല്ലോ ലാസ്റ്റ് പൊതുവിടത്തിൽ കിടക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ സംവിധായകൻ്റെ വേർഷൻ എന്തായിരുന്നു എന്ന് മാത്രം ഒരു ചർച്ചയ്ക്ക് ക്രിയേറ്റീവായിട്ടൊരു ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഇതിൻ്റെ തിരക്കഥ എഴുതിയ ആൾ, ഇത് സംവിധാനം ചെയ്ത ആൾ എന്ന നിലയ്ക്ക് ഈ സിനിമയുടെ എൻ്റെ വേർഷൻ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചത്, എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നോ എന്നുള്ളതിൻ്റെ ഉത്തരം മാത്രമാണ് ഞാനത് പറഞ്ഞത്. അതൊരു സർഗാത്മകമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അത് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനതിനെ പറഞ്ഞതിനൊന്നും ഞാൻ ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ എതിരെയോ പറയുകയോ ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ എല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ, മറുപടി പറയും. കാരണം എനിക്ക് ഫേസ്ബുക്കില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലില്ല. അപ്പോൾ എനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് ഒരു മാധ്യമത്തിലൂടെ അല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എന്നാൽ പിന്നെ എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ല. അതുകൊണ്ട് ഞാനൊരു മീഡിയയുടെ മുന്നിൽ വന്നു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ എല്ലാ അയ്യോ ഇല്ല ഒരിക്കലും ഇല്ല. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടമോ ചോദിക്കാൻ വന്ന ചോദ്യം അല്ല. എബ്രിഡ് സാർ, ഇപ്പോൾ എല്ലാ സിനിമ മേക്കേഴ്സ് ആയാലും റൈറ്റേഴ്സ് ആയാലും അവർ പറയും ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി റെഫറൻസ് എടുത്ത് ഇത്ര വർഷം പോയി, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ പോയി എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സിനിമയിലാണെങ്കിലും ഒരു സംവിധായകനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു സ്പാ അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് ഇത് ചെയ്യുന്നൊരു സ്പായിലേക്കുള്ള റെഫറൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു സിദ്ധാർത്ഥേട്ടൻ്റെ ക്യാരക്ടറായിട്ടുള്ളൊരു ഇതെങ്ങനെയാണ്? ഞാൻ സ്പാകളിൽ പോയി സംസാരിച്ചിരുന്നു. പക്ഷേ ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറയുന്നത് ഹിയർസേ ആണ്, നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണോ മോനെ പോലെ തന്നെ ഞാൻ കേട്ട കഥകളാണത്. ഞാൻ കേട്ട കഥകൾ അതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ ഞാൻ പോയ സ്പാകളിൽ ഹാപ്പി എൻഡിങ് ഉണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കഥകൾ കേൾക്കില്ല, നമ്മൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ പറയുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള ഒന്ന് കാണിച്ചില്ലായിരുന്നു. സത്യത്തിൽ ഇവിടുത്തെ ഒരു സ്പായുടെ കഥ കാണിക്കുന്നു. തുടക്കം തൊട്ട് ഒടുക്കം വരെ ഞാനൊരു വെൽനസ് പരിപാടി ആണ് കാണിച്ചിരുന്നതെങ്കിലോ അത് ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്. അങ്ങനെയാണ് ആ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ഇമാജിനേഷൻ ഉണ്ട്, കുറച്ച് ഞാൻ പറഞ്ഞ സാങ്കല്പികമുണ്ട്, കേട്ട കഥകളുണ്ട്. ഈ ക്യാരക്ടേഴ്സിനൊക്കെ കുറേ സാങ്കല്പികമുണ്ട്, കുറച്ച് കഥാപാത്രത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് ഇമാജിനേഷനാണ്. ഹാപ്പി എൻഡിങ് എന്ന് പറയുന്ന വാക്കായിരിക്കും കഴിഞ്ഞ 3 ദിവസമായിട്ട് മലയാളികളെങ്കിലും കൂടുതൽ ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവും ഹാപ്പി എൻഡിങ്. അതാണ് ഈ സിനിമ. സാർ, നമ്മുടെ സ്പായുടെ കൂടെ തന്നെ ഇറങ്ങിയ പടമാണ് സുഖമാണോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുമ്പ് അശ്വന്തിൻ്റെ റിവ്യൂവിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ്, ഈ പടത്തിൻ്റെ പേര് മാറ്റി സുഖമാണോ എന്നിടുന്നതായിരിക്കും നല്ലതെന്ന്. അതിൻ്റെ താഴെ കുറേ കമൻറ്റുകളുണ്ടായിരുന്നു, വാട്ടർ ഗോൺ അങ്ങനെയുള്ള. ഈ ഒരു ടൈപ്പ് കമൻറ്റുകളുടെ സാറിന് എന്താണ് തോന്നുന്നത്? ഞാൻ അങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടില്ല. അത്തരത്തിലുള്ള കമൻറ്റുകൾ അത് ഓരോരുത്തർ എഴുതുന്ന കമൻ്റല്ലേ. ഓരോരുത്തർ അവർക്ക് തോന്നിയത് ചെയ്യുന്നു, അവരെഴുതുന്നു. നമുക്ക് എന്താ പറയുക, ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സറ്റയർ ഒരു സിനിമയാണ്. അത് വളരെ ഭയങ്കര ലേഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്, ഒരു സറ്റയറാണ്. അതൊരു ഒരു മിററാണ്, ഒരു സോഷ്യൽ ഒരു സൊസൈറ്റിയിലേക്ക് ആ മിററിനെ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനങ്ങനെ ആ സിനിമയിൽ ആവശ്യത്തിന് തമാശയുണ്ട്. ഇത്തരം തമാശകൾ അതിൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സിനിമയ്ക്കകത്തൊരു തമാശയുണ്ട്.
സിനിമയ്ക്കകത്ത് കുറച്ചൊരു ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അശ്വന്ത് പറഞ്ഞൊരു കാര്യമാണ്, ഈ പടത്തിനൊരു കഥയില്ലാത്ത കഥയാണ് ഈ പടം എന്നുള്ളത്. അങ്ങനെ പുള്ളി അല്ലാണ്ട് തന്നെ പറയുന്നുണ്ട് സാറിന് ഒരു വലിയൊരു ഫാനാണെന്ന്. സ്റ്റിൽ ഇതുപോലെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി സാറിന് എന്താ തോന്നുന്നത്? അശ്വന്ത് ഒരു ഹേറ്റും സ്പ്രെഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. വളരെ റെസ്പെക്റ്റ്ഫുള്ളിയാണ് അശ്വന്ത് സംസാരിച്ചത്. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ആ സിനിമയോടും വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് അശ്വന്ത് സംസാരിച്ചത്. കഥയില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ കഥയില്ല എന്ന് പറഞ്ഞത് ഈ സ്ട്രെയിറ്റ് നറേറ്റീവിലൂടെ ചിലപ്പോൾ അത് ആലോചിച്ചാൽ എനിക്ക് തന്നെ കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്നോട് പറയാം ഈ സിനിമയുടെ കഥ പറയാൻ പറഞ്ഞാൽ ആ സ്ട്രെയിറ്റ് അതിൻ്റെ ഒരു അത് തിരക്കഥയാണ്. ആ സിനിമയുടെ സീൻ ടു സീൻ കോർത്ത് പോകുന്ന ഒരു തിരക്കഥയാണ്. തിരക്കഥ ഒരു സിനിമയ്ക്ക് ഇന്ന രീതിയിൽ കഥ പറഞ്ഞുകൊള്ളണം നിർബന്ധമില്ല. ഈ രീതിയിലായിരിക്കണം സിനിമയുടെ കഥ പറയേണ്ടതെന്നുള്ളത് നിയമമില്ല. പിന്നെ ഇത് കണ്ട ആളുകൾക്ക് ഒരു കഥ അന്വേഷിച്ച് പോയാൽ ഒരു കഥ ഉണ്ടാവില്ല എന്നായിരിക്കും അശ്വന്ത് പറഞ്ഞത്. കറക്റ്റാണ്. അങ്ങനെ സ്ട്രെയിറ്റ് നറേറ്റീവിൽ ഒരു കഥ അന്വേഷിച്ച് പോയാൽ അതിനൊരു കഥയില്ല. ശരിയാണ്. അതിൻ്റെ ഒരു റിവേഴ്സ് ഓർഡറാണ് ഞാൻ പറഞ്ഞത്. കഥ പറയുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ മാത്രം റിവേഴ്സ് നറേറ്റീവിൽ മാത്രമേ അതിൻ്റെ കഥ പറയാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് നറേറ്റീവിൽ കഥ പറയാൻ പാടായിരിക്കും. അതിപ്പോൾ ബിജുവിൻ്റെ കഥ പറഞ്ഞാലും പാടായിരിക്കും. അതൊരു റൈഡ് വിത്ത് എ പോലീസ് ഓഫീസർ, ഒരു പോലീസുകാരൻ്റെ ഷോൾഡറിലൂടെ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത് പറയാനല്ലാതെ അതിൻ്റെ കഥ പറയാൻ പാടാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. റിവേഴ്സ് നറേറ്റീവിൽ മാത്രമേ കഥ പറയാൻ പറ്റുള്ളൂ. ഒരു ഹെയ്റ്റും സ്പ്രെഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. മാത്രമല്ല വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. സാർ ഒരു ഇതും കൂടി, അതായത് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എടുക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ വില്ലൻ അല്ലാത്ത സൂപ്പർ ഹീറോ പോലീസ് അല്ലാത്ത ഒരു നോർമൽ പോലീസുകാരൻ, നമ്മൾ എന്നും കാണുന്ന ഒരു കോമൺ പോലീസുകാരൻ്റെ കഥ. ഇപ്പോൾ പൂമരമാണെങ്കിലും നമ്മൾ എല്ലാ വർഷവും കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പങ്കെടുത്തിട്ടുള്ള ഒരു കലോത്സവത്തിൻ്റെ കഥ. ഇതാണെങ്കിലും നമ്മളിപ്പോൾ ഒരു 6 മാസത്തിലൊരു 2 വാർത്തയെങ്കിലും സ്പായെക്കുറിച്ചോ സ്പായിൽ നടക്കുന്ന റെയ്ഡുകളെക്കുറിച്ച് വരാറുണ്ട്. ഇങ്ങനെ കോമൺലി ഒരു സിനിമ ഉണ്ടോ എന്ന് ആശ്ചര്യപ്പെടുന്ന കഥകളാണ് സാറ് പിക്ക് ചെയ്യുന്നത്. ആ ഒരു പിക്കിങ് എങ്ങനെയാണ് സ്റ്റോറി? നമുക്ക് ഇങ്ങനൊരു ഈ ഒരു ഈ സ്പേസിൽ ഈ കഥാപരിസരം സിനിമയിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ കഥാപാത്രം ഞാൻ പറഞ്ഞില്ല, ഒരു ക്യാരക്ടർ ഡ്രിവണാണ്. അപ്പോൾ കഥാപാത്രങ്ങളുടെ പെർഫോമൻസിനും രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ സംസാരിക്കുമല്ലോ, 2 കഥാപാത്രങ്ങൾ സംസാരിക്കാനുള്ളൊരു സ്പേസ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസിനുള്ള സാധ്യതയാണ് ഞാൻ ഇതിൽ കണ്ടത്. അല്ലാതെ ഒരു സ്പായോ അവിടെ നടക്കുന്ന തെറാപ്പിയോ അവിടെ നടക്കുന്ന പ്രൊഫഷണലോ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാക്ടീസോ അല്ല എന്നെ അട്രാക്ട് ചെയ്തത്. എന്നെ അട്രാക്ട് ചെയ്ത 2 കഥാപാത്രങ്ങൾ ഒരു സ്പേസിൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, 2 പരിചയമില്ലാത്ത 2 കഥാപാത്രങ്ങൾ ഒരു സ്പേസിൽ സംസാരിക്കാൻ ഉള്ള സാധ്യതകളാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഡയലോഗ് ഓറിയൻറ്റഡ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് സാധ്യതകളാണ്. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു ആൾക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ചുമ്മാ പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കാനൊരു സ്പേസ് വരിക, അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്, നിരന്തരം ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പുതിയ കഥാപാത്രങ്ങൾ, പുതിയ അതിൻ്റെ സാധ്യതയാണ് ഞാൻ അതാണ് കണ്ടത്. രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കാനുള്ള സാധ്യതകൾ എന്നുള്ളതാണ്. ഇപ്പം തീൻ മേശയിലെ ദുരന്തം എന്ന് പറഞ്ഞ പഴയൊരു ഒരു നാടകമുണ്ട്. അതിൽ ഒരു അടുക്കളയിൽ ഒരു രാജാവിൻ്റെ 2 കുശിനിക്കാർ തമ്മിൽ സംസാരിക്കുന്നതാണ്. 2 പേർ തമ്മിൽ സംസാരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്പേസ്, ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന സ്പേസ്, അവരെന്ത് മാറ്ററാണ് പറയുന്നത്, അവരുടെ എൻകൗണ്ടർ, അവരുടെ സംസാരം, ഇതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. എനിക്ക് സ്പാ പോലും അല്ല അട്രാക്ട് ചെയ്തത്. സ്പായിൽ നടക്കുന്ന അൺപ്രൊഫഷണലോ പ്രൊഫഷണലോ അല്ല ഉള്ള ആക്ട് പോലും അല്ല എന്നെ അട്രാക്ട് ചെയ്തത്. ഈ ക്യാരക്ടർ ഡ്രിവൺ സംഭവമാണ് എന്നെ അട്രാക്ട് ചെയ്ത സംഗതി. അത് ഞാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ സ്പായിലെത്തിയത്. 2 മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്ന സ്ഥലമില്ലേ, പുതുതായി കാണുന്ന ഒരു മനുഷ്യർ, അവർ 1 മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടിയിട്ട് ഒരു ഐസ് ബ്രേക്ക് ചെയ്ത് അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ സാധ്യതയില്ല. വളരെ പ്രൊഫഷണലായിട്ടുള്ള സ്പായിൽ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളില്ല. അവിടെ ചെല്ലുന്നു, അവർ 2 പേർ തമ്മിൽ സംസാരിക്കുന്നു, അവർ ആകെപ്പാടെ സംസാരിക്കുന്നത് ഇതിൻ്റെ
റൂം ടെമ്പറേച്ചർ ഓക്കെ ആണോ, നിങ്ങൾക്ക് പ്രഷർ ഓക്കെ ആണോ എന്നുള്ള 2 ഡയലോഗ് മാത്രമേ ഉള്ളൂ. സിനിമ മൊത്തം ചെയ്താൽ ഒരു മുറിയിലേക്ക് കഴിഞ്ഞാൽ ആകപ്പാട് കിട്ടുന്ന 2 ഡയലോഗ് അവരാദ്യം തന്നെ കവർ ചെയ്യുന്നു. സാർ പേര് പോലും പറയില്ല, പേര് ചോദിക്കില്ല, പേര് പറയില്ല, അത് എവിടുന്നാന്ന് ഒന്നുമില്ല, സംസാരമില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ സ്പായിൽ പോയി കഴിഞ്ഞാൽ നേരെ അവിടെ ചെല്ലുന്നു, അവർ ചോദിക്കും സാർ ഓക്കെ ആണോ, കിടന്നോളൂ, നേരെ ഒരു ഒരു നമ്മുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും, അവർ മസാജ് ചെയ്യുന്നു. ആകെ കോൺവെർസേഷൻ ഇത്രേ ഉള്ളൂ. ടെമ്പറേച്ചർ ഓക്കെ ആണോ, ഈ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓക്കെ ആണോ, ഈ 2 സംഭാഷണ ശകലങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. 1 മണിക്കൂർ ഈ കറക്റ്റായിട്ട് അവർ ആ റൗണ്ടിൽ അവർ പ്രൊഫഷണലായിട്ട് മസാജ് ചെയ്തിട്ട്